നമസ്കാരം. ചെക്ക് ബുക്ക് വിതരണം ചെയ്യുന്നതിൽ ഏർപ്പെടുത്തിയ പുതിയ ക്രമീകരണം ട്രഷറികളിൽ നിന്ന് നേരിട്ട് പെൻഷൻ വാങ്ങുന്നവരെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ചെക്ക് ബുക്ക് ലഭിക്കണമെങ്കിൽ KYC-യിൽ രേഖപ്പെടുത്തിയ ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP വേണം. നമ്പർ നിർബന്ധമാക്കിക്കൊണ്ട് ഫെബ്രുവരി 1 മുതലാണ് ട്രഷറി സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കുകയോ ഉത്തരവിറങ്ങുകയോ ചെയ്തിട്ടില്ല. മുൻകാലങ്ങളിൽ വിതരണം ചെയ്തതുപോലെ ചെക്ക് ബുക്കുകൾ വിതരണം ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയ കാര്യം ട്രഷറി ജീവനക്കാർ പോലും അറിയുന്നത്. ട്രഷറികളിലെ മുഴുവൻ അക്കൗണ്ടുകളിലെയും ചെക്ക് ബുക്ക് വിതരണം ചെയ്യുന്നതിന് OTP നമ്പർ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ മാസവും ചെക്ക് ആവശ്യമായി വരുന്ന പെൻഷൻകാരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. ട്രഷറികളിൽ ബാങ്കുകളെ പോലെ പണം പിൻവലിക്കുന്നതിനുള്ള സ്ലിപ്പ് സമ്പ്രദായം നിലവിലില്ല. ചെക്ക് സമർപ്പിച്ചാണ് പെൻഷൻ വാങ്ങുന്നത്. ചെക്ക് ബുക്ക് ആവശ്യമായി വരുമ്പോൾ ട്രഷറികളിൽ അപേക്ഷ നൽകിയാൽ ഉടൻ തന്നെ അനുവദിക്കുമായിരുന്നു. നേരിട്ട് ട്രഷറികളിൽ എത്താൻ കഴിയാതെ വരുന്നവർ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയാലോ തപാൽ മാർഗം അയക്കാൻ ആവശ്യപ്പെട്ടാലോ ചെക്ക് ബുക്ക് അനുവദിക്കുമായിരുന്നു. OTP നമ്പർ അത്യാവശ്യമായതോടെ ഇപ്പോൾ ഇതൊന്നും സാധിക്കാതെ വരികയാണ്. പുതിയ സമ്പ്രദായത്തെ കുറിച്ച് അറിയാതെ പെൻഷൻ വാങ്ങാൻ എത്തിയ നിരവധി പേർ ചെക്ക് ലഭിക്കാത്തത് മൂലം ട്രഷറികളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും മടങ്ങേണ്ടി വന്നു. പ്രായമായ പലരും OTP നമ്പർ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ്. നിരവധി പേർ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദേശസാൽകൃത ബാങ്കുകളിൽ പോലും ചെക്ക് ബുക്ക് അനുവദിക്കുന്നതിന് OTP നമ്പർ നിർബന്ധമല്ല. ആവശ്യമായി വരുമ്പോൾ അപേക്ഷ സമർപ്പിച്ചാൽ തപാൽ മാർഗം വീട്ടിലെത്തുമായിരുന്നു. OTP നമ്പർ രേഖപ്പെടുത്തേണ്ടതുകൊണ്ട് ട്രഷറികളിൽ നേരിട്ട് എത്താൻ കഴിയാത്തവർക്ക് ഇനി ചെക്ക് ബുക്കും ലഭിക്കുകയില്ല. പ്രായമായവരെയും യാത്ര ചെയ്യാൻ കഴിയാത്തവരെയുമാണ് പുതിയ സമ്പ്രദായം കൂടുതൽ ബാധിക്കുന്നത്. അതേസമയം കേന്ദ്രത്തിൽ മോദി മാതൃകയിൽ മധ്യവർഗത്തെ കയ്യിലെടുക്കുന്ന നിർമ്മല ബജറ്റ് പോലെയാകും 2025-ലെ കേരള ബജറ്റ് എന്ന് കരുതിയവർ ഏറെയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ട കേരളം വികസനത്തിനുള്ള ടേക്ക് ഓഫിലാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആമുഖമായി പറയുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം സർക്കാർ ജീവനക്കാർക്ക് ചിലതെല്ലാം പ്രഖ്യാപിച്ചു. ഇതോടെ ക്ഷേമ പെൻഷനുകാരും ആവേശത്തിലായി. പക്ഷേ അവർക്ക് ക്ഷേമ പെൻഷൻ കൂട്ടാൻ മാത്രം ധനമന്ത്രി തയ്യാറായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് പ്രാദേശിക വികാരം അനുകൂലമാക്കാൻ ക്ഷേമ പെൻഷനിലെ പ്രഖ്യാപനം സർക്കാർ നടത്തുമെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു. 1600 രൂപയിൽ നിന്നും കുറഞ്ഞത് 1800 ആക്കി ഉയർത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ക്ഷേമ പെൻഷൻ പ്രതിമാസം 2500 ആക്കുമെന്നായിരുന്നു പിണറായിയുടെ രണ്ടാം സർക്കാരിനായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനവും. പക്ഷേ അത് പിണറായിയുടെ രണ്ടാം സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇടം പിടിക്കുന്നില്ല. അതായത് ക്ഷേമ പെൻഷൻ 1600 ആയി തന്നെയാണ് തുടരുക. കുടിശ്ശിക കൊടുക്കുമോ എന്നത് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ തെളിയേണ്ട വസ്തുതയാണ്.